ഹായ് ഹലോ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ നല്ല ചൂടല്ലേ ഇപ്പം. ഞാൻ വിചാരിച്ചൊരു നാരങ്ങ പിഴിഞ്ഞ് കുടിക്കാമെന്ന്. അപ്പം നാരങ്ങ, ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാൻ കാണിക്കാം. വയ്ക്കട്ടെ, നോക്കട്ടെ വയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ഓക്കെ, നാരങ്ങ പിഴിയാമെന്ന് വിചാരിച്ചു. പച്ചമുളക് ഒരെണ്ണം ഫുള്ളിടുന്നില്ല, ഞാൻ ഒരു മുറിയെ ഇടുന്നില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് നാരങ്ങ എല്ലാം കട്ട് ചെയ്ത്, ഇഞ്ചിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കട്ടെ. ഓക്കെ, അപ്പോഴത്തെ കൂട്ടുകാരെ, ഇഞ്ചി ഇതുപോലൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു 3-4 പീസ്. ഓക്കെ, നാരങ്ങ, അതേണ്ട നാരങ്ങയ്ക്കകത്ത് കുരു ഉണ്ടായിരുന്നു. ആ കുരു ഞാൻ കുത്തിയെടുത്ത് കളഞ്ഞു. അപ്പം നാരങ്ങ തൊലിയോടു കൂടാണ് മിക്സിയിൽ ഇടുന്നത്. പച്ചമുളക് ഒരെണ്ണം തന്നെ ഇരിക്കട്ടെ, ഇത് അധികം എരിവില്ലാത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടിയത് പഞ്ചസാര നമുക്ക് ആവശ്യത്തിനുള്ളത് ഇടാം. ഒരു നാരങ്ങയല്ലേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് വെള്ളവും പഞ്ചസാര മതിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഇടാം. ഓക്കെ, ഇത് നമുക്ക് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിക്കാം. അപ്പോൾ നമ്മൾ ഗായ്സ് എന്ന് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പലരും. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങ് വന്നു പോവാം. ഞങ്ങളുടെ അഹൻ പറഞ്ഞത്, ആൻറ്റി ഗായ്സ് എന്ന് പറയണം, എങ്കിലേ വീഡിയോയ്ക്ക് രസമുള്ളെന്ന്. അവൻ കൊച്ച് അത് പറയുന്ന ഞാൻ കേട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ് എൻ്റെ വായിലിപ്പോൾ അതേ വരത്തുള്ളൂ. അപ്പം നമ്മൾ അടിച്ചെടുത്ത് ഇനി ഇത് നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് വേണ്ടി. കണ്ട, നാരങ്ങയുടെ തോട് അതുപോലെ തന്നെ കിടക്കും, തോട് അരയത്തില്ല. ഇച്ചിരി വെള്ളവും കൂടെ എടുത്തിട്ടൊക്കെ. ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഐസും കൂടെ എടുത്തിട്ട് വരട്ടെ. എനിക്കാണെങ്കിൽ നല്ല ദാഹമുണ്ട് കൂട്ടുകാരെ, നല്ല ദാഹം. അപ്പോൾ ഇഞ്ചിയുടെ മണവും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ ആ നാരങ്ങത്തോടിൻ്റെയൊക്കെ കൂടെ മണമുണ്ടല്ലോ, ഒരു രക്ഷയില്ല ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ നാക്കി വരുന്നത് നല്ല മണമുണ്ട്. ഈ നാരങ്ങത്തോടിൻ്റെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാം, അതിൻ്റെ മണം കൊണ്ട് നമുക്കിത് മൊത്തം കുടിക്കാൻ തോന്നും. ഞാൻ 2 ഐസും കൂടി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഫിൽറ്ററിൽ നിന്ന് പിടിച്ച് ഒഴിച്ചതായതുകൊണ്ട് വെള്ളത്തിന് തണുപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ ഐസ് ഇട്ടേ. കണ്ടോ, അപ്പം നിങ്ങളെല്ലാവരും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം എനിക്ക് നല്ല ദാഹമുണ്ട്, ഞാൻ കുടിക്കാൻ പോണേ.
വാവ്, സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. നാരങ്ങ തോടോട് കൂടെ അതിൻ്റെ കുരു കാണും, കട്ട് ചെയ്തിട്ട് കുരു എടുത്ത് കുത്തിക്കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിനകത്തൊരു നാലായിട്ടല്ല ഒരു 6 കട്ട് ചെയ്തിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ഇഞ്ചി, പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ കസ്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സൂപ്പറായിരിക്കും. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, പക്ഷേ ഞാനത് എടുത്തില്ല. നേരത്തെ എടുത്ത് വെള്ളത്തിൽ ഇടണമല്ലോ, എടുത്തില്ല. അതുകൊണ്ട് അതിട്ടില്ല. അത് നല്ല സൂപ്പറാണ് ഗായ്സ് എന്ന് പിന്നെയും പറയാൻ വരുക. സൂപ്പറാണ് കൂട്ടുകാരെ, എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ പച്ചമുളകിൻ്റെ നാട്ടിൽ നമ്മുടെ മുറ്റത്തൊക്കെ നാരകത്തല കാണുമല്ലോ. നാരകത്തല പറിച്ച് നമ്മൾ മണപ്പിക്കത്തില്ലേ, നാരകത്തല പറിച്ചിട്ട് നമ്മൾ മോരും വെള്ളം കുടിക്കാനെ കൊണ്ട് മോരിനകത്തിട്ട് അടിച്ച് കുടിക്കും. ആ ടേസ്റ്റ് ഈ നാരങ്ങയുടെ തൊലിയിട്ടടിച്ചതുകൊണ്ട്. വർത്തമാനം പറയാൻ വയ്യ ഗൈസ്, കുടിക്കാനുള്ള ആവേശം. സൂപ്പറാണ്. ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല, വിശപ്പ് തോന്നത്തില്ല. കുടിപ്പിച്ച് നിങ്ങളെ കൊതിക്കുന്നില്ല. പിന്നെ പക്ഷേ എരിവില്ലാത്ത പച്ചമുളകായിരുന്നു കേട്ടോ. പച്ചമുളകിന് ഒരു എരിവില്ല, ഇച്ചിരി എരിവൂടൊക്കെ വേണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇത്രയേ ഉള്ളൂ. നാരങ്ങ ജ്യൂസിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പം ദിലീപ്, ഞാൻ സ്റ്റാൻഡ് മേടിക്കും ദിലീപ് പറഞ്ഞിട്ടുണ്ട്. ദിലീപ് എന്നെ കളിയാക്കിയിട്ടുണ്ട്, എന്നാലും സ്റ്റാൻഡ് മേടിക്കൂലെന്ന്. സ്റ്റാൻഡ് മേടിക്കും ഞാൻ. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടിന്നെടുത്ത് വെച്ചിട്ട് ടിന്നിൻ്റെ മണ്ടയിൽ നാരങ്ങ അച്ചാറിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ചാരി വെച്ചേക്കോ ഫോണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പിന്നെ ദിലീപിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്ക് 1 മില്യൺ ആക്കി തരണേ. എത്രയും പെട്ടെന്ന് 1 മില്യൺ ആക്കി തരണം. പിന്നെ അതുപോലെ ദിലീപ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എല്ലാ വീഡിയോയ്ക്കും കമൻ്റ് ഇടുന്നുണ്ട്. പിന്നെ എല്ലാവരും എന്നെ ഇത്രത്തോളം എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇനി അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, എങ്കിലേ എനിക്ക് മുന്നോട്ട് ഈ വീഡിയോ എടുക്കാനുള്ള ഇത് ഉത്സാഹം വരുത്തുള്ളൂ. എനിക്ക് ഒരിടയ്ക്കൊക്കെ എനിക്കങ്ങ് മടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്നെ പ്രോത്സാഹിപ്പിക്കണം, എനിക്ക് സപ്പോർട്ട് ആവണം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് വീഡിയോ എടുത്തിടാൻ കൊണ്ടുള്ള ഒരു ഉത്സാഹം വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോഴേക്കും ബായ്. പിന്നെ ഷെജി ചേച്ചി എന്നെങ്കിലും നാട്ടിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്നെങ്കിലും നമുക്ക് നാട്ടിൽ കാണാം. എനിക്ക് ചേച്ചിയുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട് നിൽക്കുന്നിടത്ത് വെള്ളമൊന്നുമില്ല. ഇതുപോലെ ഞാനെപ്പോഴും ഇരുന്നുകൊണ്ട് പറയുമോ, ചേച്ചിയുടെയൊക്കെ സ്ഥലം അടിപൊളി സ്ഥലമാണ്, അവിടെ കാണുക നമ്മുടെ വീടെങ്കിൽ നമുക്ക് പോയി തുണിയൊക്കെ അലക്കാൻ നല്ലതായിരുന്നു. എൻ്റെ വീട്ടിൽ വെള്ളമില്ല, 6 മാസമേ എൻ്റെ വീട്ടിൽ വെള്ളം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വെള്ളമില്ലാത്ത എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ. അതുകൊണ്ട് ആ വെള്ളമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ സ്ഥലമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി കേട്ടോ. പിന്നെ ചേച്ചിയുടെ എല്ലാ ഒരു വീഡിയോ പോലും ഞാൻ കാണാതിരിക്കത്തില്ല. എല്ലാ വീഡിയോയും ചേച്ചിയുടെ ഞാൻ കാണും. ചേച്ചിയുടെ എന്നല്ല, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത കുറേ യൂട്യൂബർമാരുണ്ടല്ലോ, ബ്ലോഗ് ചെയ്യുന്നവരുണ്ട്, അവരുടെ എല്ലാ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. അപ്പം എല്ലാവരും ഈ കണ്ടവരെല്ലാവരും എനിക്ക് ഇനിയും സപ്പോർട്ട് വേണം. അതുകൊണ്ട് ഒരുപാട് ഞാൻ വാചകം അടിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, ഓക്കെ, വെറുപ്പിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ കുക്കിംഗ് തുടങ്ങാൻ പോവാം. ഞാനിപ്പോൾ അരി അടപ്പയിട്ടിട്ടുണ്ട്. അരി അടപ്പയിട്ട് തിളച്ച് ഓഫ് ചെയ്തിട്ടേക്ക്. ഇനി എനിക്ക് ഇതിപ്പോൾ തേങ്ങ തീയിൽ വെക്കാൻ പോവാം. അത് ഞാൻ എടുത്ത് കാണിക്കാം, ഓക്കെ. പിന്നെ അങ്ങനെ ഇനിയും കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്.